കോതമംഗലത്ത് ഷിബു തെക്കുംപുറം വിജയിച്ചത് പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലും ആധിപത്യം അരക്കിട്ടുറപ്പിച്ച്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എല്ലായിടത്തും ഭരണം നേടിയതിന് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും UDF-ന് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞു. 2021-ൽ 2 ഇടത്ത് മാത്രമുണ്ടായിരുന്ന ലീഡാണ് ഇത്തവണ സമ്പൂർണ്ണമാക്കിയത്. 8 ഗ്രാമപഞ്ചായത്തുകളും ഒരു മുനിസിപ്പാലിറ്റിയുമാണ് കോതമംഗലം നിയോജക മണ്ഡലത്തിലുള്ളത്. എല്ലായിടത്തും ഭരണം നടത്തുന്നതിൻ്റെ മേന്മയുമായാണ് UDF നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ആധിപത്യം വിട്ടുകളയരുത് എന്ന ഉറച്ച ബോധ്യം നേതാക്കൾക്കുണ്ടായിരുന്നു. ഒടുവിൽ ഫലവും അങ്ങനെ തന്നെയായി. 8 ഗ്രാമപഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലും ലീഡ് പിടിക്കാൻ UDF-ന് കഴിഞ്ഞു. UDF കേന്ദ്രങ്ങൾക്ക് ഏറ്റവും ആഹ്ലാദം നൽകിയത് നെല്ലിക്കുഴിയിലെ ലീഡ് ആണ്. 1175 വോട്ടിനാണ് നെല്ലിക്കുഴിയിൽ ആന്റണിയെ ഷിബു തെക്കുംപുറം പിന്നിലാക്കിയത്. 2021-ൽ UDF-ന്റെ പരാജയത്തിന് കാരണമായത് LDF-ന്റെ കോട്ടയായ നെല്ലിക്കുഴിയിൽ ആന്റണി ജോൺ നേടിയ ലീഡ് ആയിരുന്നു. 4400 വോട്ടാണ് അന്ന് LDF അധികമായി നേടിയത്. അവിടെ UDF-നുണ്ടായ ലീഡ് LDF കേന്ദ്രങ്ങളെ ഞെട്ടിച്ചിട്ടുണ്ട്. UDF-ഉം ഇത്രയും ലീഡ് പ്രതീക്ഷിച്ചിരുന്നില്ല. മുനിസിപ്പാലിറ്റിയിൽ നിന്നുമാണ് കൂടുതൽ ലീഡ് ലഭിച്ചത്. ഇവിടെ 4519 വോട്ടാണ് ആന്റണി ജോണിനേക്കാൾ അധികമായി ഷിബു തെക്കുംപുറത്തിൻ്റെ പെട്ടിയിൽ വീണത്. കുട്ടമ്പുഴയിലും പിണ്ടിമനയിലും പ്രതീക്ഷിച്ച ലീഡ് UDF-ന് ലഭിച്ചിട്ടില്ല. കുട്ടമ്പുഴയിൽ 937 വോട്ടും പിണ്ടിമനയിൽ 1681 വോട്ടുമാണ് UDF-ന്റെ ലീഡ്. കോട്ടപ്പടിയിൽ 1352 വോട്ടും കീരമ്പാറയിൽ 1473 വോട്ടും വാരപ്പെട്ടിയിൽ 1429 വോട്ടും പല്ലാരിമംഗലത്ത് 2215 വോട്ടും കവളങ്ങാട് 1609 വോട്ടുമാണ് UDF-ന്റെ ലീഡ്. തപാൽ വോട്ടുകളിൽ 469 എണ്ണം ഷിബുവിന് കൂടുതലായി ലഭിച്ചു. 16,859 വോട്ടാണ് ഷിബു തെക്കുംപുറത്തിൻ്റെ ആകെ ലീഡ്. ന്യൂസ് ഡെസ്ക് GTV ന്യൂസ്.